ചാവ്. നിങ്ങൾ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. പണം കൊണ്ടൊരുത്തിനോട് വിളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ടല്ലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണെന്ന സത്യമല്ലേ? നിൽക്കാനും കഴിഞ്ഞു. നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. അയ്യോ നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയും ചാവും കേട്ടോ. അതാ പറഞ്ഞ ചാവ് നിങ്ങൾ പോയി. അതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് വിളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി? ശരി സജന ആണ്. ഞാൻ ഇടപെട്ടെ. എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് വെക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോയത്? അപ്പൊ ഞാൻ പറഞ്ഞു ഈ ദിയയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ദിയ ഇത്ര ചൂടായിരിക്കും മനസ്സിലാണ്. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ദിയയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു ഈ രണ്ടാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു. കഴിഞ്ഞ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് സത്യമല്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഇവിടെ കാരണം ഇവിടെ അതായിരുന്നല്ലോ മെയിൻ ആയുധം. ഈ കാര്യം ഞാൻ സംസാരം മതി എന്റെ അബദ്ധത്തിലാണെന്ന് പറഞ്ഞു ഭയങ്കര ചൂടാകുന്നു. അവരോട് പറയാം ചൂടാകാതെ ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പറയും. നമ്മൾ മറ്റുള്ളവരോട് നമ്മളിപ്പോ വീഡിയോയിൽ പറയല്ലോ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജി ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടിയിരിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് കഴിയുമ്പോൾ എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല ഞാൻ പിന്നെ ഒരു കാര്യം പറയാം സൂര്യ. ഞാൻ സത്യം നേരത്തെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എന്താണ് നിങ്ങൾ ഇതിപ്പം നേരെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണോ റസൂൽക്കുട്ടി പോകുന്നത്? എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വഴി ഒപ്പിക്കാൻ എന്തെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവള് പറഞ്ഞാൽ ഒന്ന് തണുത്ത് വരുമ്പോൾ റസൂൽക്കുട്ടിയുടെ വായിന്ന് ഞാൻ അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അന്നമ്മയെ വിളിച്ച് ഇത് പറഞ്ഞു. അത് ഇതൊക്കെ വലിയൊരു വിഷയത്തിൽ പിന്നെ താഴെ നിൽക്കുന്നു വിചാരിക്കുന്നത്. ഞാൻ 100% വാക്കുകളാണ്. ഞാൻ അന്നമ്മയോ ഇവളുടെ കൂട്ടുകാരികളോ അച്ചായനോ ഇവൾക്ക് എതിരായിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ നമ്മളുടെ സംഭവം നിർത്തി. ഓക്കെ, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഏറ്റവും കൂടുതൽ തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. ഫിറോസിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സജനയുടെ ഉമ്മയോട് റസൂൽക്കുട്ടി പറയുന്നതാണ്. കേട്ടല്ലേ? ഈ വീഡിയോ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിനെതിരെ നിർത്തുക. ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യം ചെയ്തെല്ലാം ഞാൻ കൂടെ നിൽക്കാം. അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. വലിയ പൈസ ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാളെ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാന്നുള്ളതാണ് പറയുന്നത് എന്നെ കൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വടക്കും പറഞ്ഞു, ഒന്ന് പോയി കഴിഞ്ഞ സജന ഇതുണ്ടോ എന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പൊ നീ ഇത് തെളിവെല്ലാം കാണിച്ചപ്പോ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതായിട്ടും വീണ്ടും നിങ്ങൾ ഒന്നാണോ? ഉമ്മി സജനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ആണാണോ പറ. എനിക്ക് എന്ത് തോന്നുന്നത് ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ ഇത് രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ചെയ്യാൻ ഞാൻ പറയത്തില്ല. നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ് ഒരാൾ മാത്രം വിചാരിച്ച് വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനുള്ള പ്രിക്കോഷൻ എടുത്തേനെ. എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം നിർബന്ധപൂർവ്വം ഞാൻ പറഞ്ഞു എന്നോട് പറയാതെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അത്രയും പ്രിക്കോഷൻ എടുക്കില്ലേ, ഞാൻ അത്രയും മാറി നിൽക്കില്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു ശരിയായ രീതിയിൽ എഴുതാൻ പറ്റിയല്ല. അതിനൊരു അവസരം ഇവളും എന്നെ അമ്മങ്ങനെ ചേർന്ന് ചെറുക്കാൻ കഴിയാറ്. എന്റെ എല്ലാ കാര്യം ഇടയിൽ ചെറുതായാലും വേണം. ഇത് കാര്യം പറയും. ഇനിയിപ്പോ അതെല്ലാം ഞാൻ പറയുന്നവരെ വന്നതും പോയതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ളത് ഓരോരുത്തർ തമ്മിൽ ദേഷ്യം വരുന്ന ഒറ്റ അടിക്ക് എന്തോ അച്ഛൻ്റെ അടുത്ത് എന്ത് പറഞ്ഞത്? ഞാൻ അച്ചായനോട് അച്ചായൻ എന്തുകൊണ്ട് അങ്ങോട്ട് മാറി ഇവരുമായിട്ട് ചേർന്നു. കാര്യം അച്ചായൻ സംസാരിക്കുന്നത് എന്നെ കോൺസ്റ്റന്റ് അച്ഛൻ ഇപ്പോ കേട്ടില്ല. പിന്നെ അത് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ
ഉള്ള കാര്യങ്ങളിൽ പുറത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പിന്നീടാണ് മനസ്സിലായത് അച്ചായൻ ആക്ച്വലി നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. ഓ, അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. അപ്പൊ ഞാൻ എന്റെ സംസാരം ഇതാരും പിന്നെ ശരിയാണെന്ന് തോന്നുന്നില്ല, അതെന്നെ വരട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവർ വാട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചത് പൊതുവെ എന്തിനാണ് നമുക്കെതിരെ നിൽക്കുന്നത്, നിന്റെ പെണ്ണാണ് നമുക്ക് എല്ലാവരും നീ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട്, നീ അല്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഞാൻ നിന്നെ അല്ലേ വിസോട്ടരുത്, എനിക്ക് ഇനിയിപ്പം ചെയ്യാൻ പറ്റുമോ, നീ എന്തിനാണ് ആൾക്കെതിരെ ഇങ്ങനെ പോകുന്നത്, അത് ഈ കാര്യം അവളിങ്ങനെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പറ്റി ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞാൽ അവൾ ഒരിക്കലും എന്ന് പറഞ്ഞിട്ടില്ല, അവൾ ഒരിക്കലും പറയത്തില്ല. ആ സംശയങ്ങളെല്ലാം നിനക്ക് മനസ്സിലാകുന്നില്ല. ഇത് അഥവാ സംശയമുണ്ടെങ്കിൽ സംശയങ്ങളെല്ലാം അവളുടെ മനസ്സിൽ ഇട്ട് കൊടുത്തത് അന്നമ്മയാണ്. നീ മനസ്സിലാക്കുന്നത്, നീ നിൽക്കുന്ന ആളുകൾ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു മാറ്റി. ഇനി അവർ മരിച്ചു ആളുടെ വീട്ടിൽ പോകുകയോ അവർ മറ്റു ചെറുകൾക്കെതിരെ ഡയലക്ട് ചെയ്യുകയോ ചെയ്യരുത്. എന്നിട്ട് നീ ബൈബിൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ലേ, ഒരാളെ അപ്പൊ എന്നോട് ചോദിക്കുന്നത് ഇക്ക എന്തുകൊണ്ടാണ് അവർക്ക് എന്തും ചെയ്യാതെ? ഞാൻ ചോദിച്ചാൽ അത് ഡി എ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബോധം ഇറങ്ങിയത്, അങ്ങനത്തെ ഒരാൾ നിങ്ങൾ എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു, ഞാൻ എല്ലാവരും കൂടെ കടന്നുകൊണ്ട് ആക്രമിക്കുന്നത്. ഇപ്പൊ അവൾ എന്നോട് ചില അറിയാത്ത കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, അതിപ്പോ 2 ദിവസമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 2 ദിവസമാണ് എന്നോട് ചെയ്തിട്ടുള്ളത്. 2 മാസം 2 മാസം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ എത്രയോ മാസങ്ങളിലാണ് അവൾ വളരെ നന്നായി നിങ്ങൾ പരസ്പരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങൾ മറന്നിട്ടാണോ ഞാനത് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എല്ലാവരും കൂടെ ആക്രമിക്കുമ്പോൾ ഒരാളെ വിക്ടിമൈസ് ചെയ്യുന്ന ആളല്ല ഞാൻ. നിങ്ങളൊരു സോഷ്യൽ വർക്കർ അല്ലേ? നിങ്ങളൊന്ന് സ്വയം നിങ്ങൾക്ക് അവരോടുള്ള വിദ്വേഷം മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരാളെ ഇങ്ങനെ കടന്നാക്രമിക്കൂ, ഒരു സ്ത്രീയെ, അതിലെയായ ഒരു സ്ത്രീയെ, ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ ആക്രമിക്കാൻ നിങ്ങൾ കുട്ടികൾക്കും എന്ന് വെച്ചാൽ അവളും ഒതുങ്ങി. അവൾ ഒതുങ്ങി. അപ്പൊ ഞാൻ എനിക്ക് ഈ 2 പേരെ ഒതുക്കാൻ പറ്റുമോ? അന്നമ്മയാട്ട് എനിക്ക് സംസാരിക്കാനേ പറ്റില്ല. പറയുന്നത് എന്തും അവൾ വാക്കെതിരെ ഉപയോഗിക്കും. അതുകൊണ്ട് അന്നമ്മയാട്ട് ഒന്നും വിചാരിച്ചില്ല. ഇവർ 2 പേരും എനിക്ക് സംസാരം നിർത്തി. ഓക്കെ, ഞാനത് പറയാനുള്ള ഒരു കാര്യം, ഇവരുടെ ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, പ്രഗ്നൻസി പോയി എന്നുള്ള കാര്യം അവരറിയാം. അന്നമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ 2ാമതുള്ള പ്രഗ്നൻസി അത് സത്യമല്ല, അത് എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാത്തിന്റെയും കൊമ്പൊടുങ്ങി. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അവര് നിന്നെ ഗ്യാങ്ങപ്പിൽ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, തെളിവുകൾ ഉണ്ടാക്കി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എനിക്കിപ്പം തോന്നുന്നത് ഇക്കാണ് ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഡ്രാമ കളിക്കുന്നതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എന്നെ അച്ചായനെ തിരുത്തിക്കുക, എന്നെയും അന്നമ്മയും തിരുത്തിക്കുക, എന്നെയും തീയും തിരുത്തിക്കാന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല. അന്നമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മിക്ക എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നമ്മ ശരിയല്ല, അന്നമ്മ ശരിയല്ല, നീ അങ്ങനെ ചെയ്യരുത്, അവളായിട്ട് കൂട്ടുകൂടരുത് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. ദിയയുടെ കാര്യത്തിൽ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ദിയയുടെ കാര്യത്തിലേക്ക് പറഞ്ഞാൽ അവൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അച്ചായന്റെ കാര്യത്തിൽ ഞാൻ ഈ കാണിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ അച്ചായന്റെ സംസാരിക്കുമ്പോൾ ഞാൻ അച്ചായന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചോളാം. അച്ചായ ഇത് കാരണമായിരുന്നു എന്നുള്ളത് അല്ല. പക്ഷെ എനിക്കിപ്പം റസൂൽക്ക തോന്നുന്നത് ഞങ്ങളുടെ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇക്കാണ് ഉണ്ടാക്കാൻ കാരണം. എന്തിനാണെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. കാരണം ഇക്ക ഡബിൾ ഗെയിം കളി ഇക്കാണ്. അന്നമേ അല്ല അച്ചായനും അല്ല ഷാലു അല്ല ദിയ അല്ല ഡബിൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ എന്റെ അടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരുടെ അടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണല്ലോ. കാരണം അവൾ അന്ന് എന്റെ അടുത്ത് പറയുന്നുണ്ട്, സജന ഇക്ക നീ സംസാരിക്കുന്ന കണക്കല്ല, നിന്റെ അടുത്ത് സംസാരിക്കുന്ന കണക്കല്ല സജന, ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന നീ മനസ്സിലാക്കും മോളെ എന്ന് എന്റെ അടുത്ത് അന്നമ്മ പറയുമ്പോൾ പോലും ഞാൻ അന്നമ്മയല്ല വിശ്വസിച്ചു. പാവം അവൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവള് വെറും പാവമാണ്. ഇതിനകത്ത് നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചെന്ന് കേൾക്കൊടുക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ ഇതുപോലെ അവിടെ നിന്ന് അവരുടെ അടുത്ത് അങ്ങൊന്ന് പറയുന്നു, എന്റെ അടുത്തൊന്ന് പറയുന്നു, അവരുടെ അടുത്തൊന്ന് പറയുന്നു, എന്റെ അടുത്തൊന്ന് പറയുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ നിമിഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളെ 2ാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. അബോട്ട് ചെയ്ത് ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. 2ാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ള തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമാണ്.
അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാൻ ഇക്കാര്യത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് ഷാദിത്ത ഉള്ള സമയത്ത് എന്ന് പറയുന്നത് പുള്ളിയുടെ വൈഫാണ് ഷാദിത്ത ഉള്ള സമയത്താണ് ബലമായിട്ട് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങൾ ഇരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഞാൻ പറയുന്നില്ല. അല്ല, പറയുന്നുണ്ടല്ലോ, ആണല്ലോ പറഞ്ഞ അച്ഛനൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ കള്ളത്തരം പറയുന്നുണ്ടല്ലോ. ഇനി റസൂലിക്കാൻ ഞാൻ എഴുതാൻ പറ്റേ, എനിക്ക് നിങ്ങളെ ഭാര്യയുടെ ഇത്രയും ദിവസവും ഞാൻ പറഞ്ഞ കണക്ക് ഷാദിത്തയുടെ കാര്യത്തിൽ ഞാനിട്ട് ഇങ്ങനെ പറയുമെങ്കിലും എന്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. അത് അന്നമ്മയ്ക്കും അറിയാം, ദിയയ്ക്ക് അറിയാം, അച്ഛനും അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതിയായിരുന്നെങ്കിൽ ഇവർക്കും അറിയാം നല്ലൊരു നിങ്ങളെ വില ഒന്നുമില്ല എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവർക്കറിയാം. കാരണം വെള്ള പൂശാനുള്ള സ്റ്റേറ്റ്മെന്റാണ് മറ്റവരെ കേൾപ്പിക്കാൻ വേണ്ടി, കൂട്ടുകാരെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞ റെക്കോർഡുകളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ട്. കൊല്ലാൻ ആസൂത്രണം ചെയ്യുന്നതും പൈസ മതി എന്ന് പറയുന്നതും ഒക്കെ. എന്നിട്ട് പോലും ഞാനത് പറഞ്ഞു, നിങ്ങൾക്കും അതറിയാം. ഞാൻ 10 കോടി വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും പറയുന്നുണ്ട് ആ 10 കോടി ഒന്നും കിട്ടാനല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. അപ്പം അത് ആ 10 കോടി എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോകാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഷ്യത്തിൽ ഞാൻ ഡി എടുത്തും ഈ കർണാടകയിലെടുത്തും ഞാൻ സംസാരിച്ചിട്ടുള്ളത് സത്യം തന്നെ. അവരാരെങ്കിലും ആയിക്കോട്ടെ, അന്നത്തെ ദിവസം ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അവർ